നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളും തട്ടി നീങ്ങാനായി, നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയാനായി നമ്മൾ വീട്ടിൽ സ്ഥാപിക്കുന്ന വാസ്തു ആയുധമാണ് കാറ്റാടിമണികൾ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പല വീടുകളിലും ഈ കാറ്റാടിമണി തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് തൂക്കിയിട്ടുണ്ട്, ഇത് സ്ഥാനത്താണ് തൂക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സ്ഥാനം പ്രധാനമാണ്, സ്ഥാനത്താണ് തൂക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് രോഗദുരിതങ്ങളും ദുഃഖങ്ങളും അപകടങ്ങളും വന്നു കയറുന്നത് ഒഴിവാകും എന്നുള്ളതാണ്. ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ ഉയരും എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആ കാറ്റാടിമണി വീട്ടിൽ സ്ഥാപിക്കേണ്ട സ്ഥാനത്തെ പറ്റിയും അതുപോലെ തന്നെ കാറ്റാടിമണി വാങ്ങുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതുപോലെ കാറ്റാടിമണി അല്ലാതെ മറ്റൊരു 4 വാസ്തു ആയുധങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൊത്തം 5 എണ്ണം, കാറ്റാടിമണി ഉൾപ്പെടെ 5 വാസ്തു ആയുധങ്ങൾ ഇവിടെ പറഞ്ഞു തരും. ഇതിൽ പറ്റുന്ന ഒരെണ്ണം വാങ്ങി ഞാൻ ഈ പറയുന്ന സ്ഥാനം തെറ്റിച്ചു വെക്കരുത്, ദോഷമാണ്. നിങ്ങളുടെ വീട്ടിൽ അഥവാ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുന്ന സ്ഥാനം അത് കറക്റ്റ് ആണോ എന്നുള്ളതും നോക്കൂ. ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിങ്ങൾ എല്ലാവരും വെക്കും. നിങ്ങളുടെ വീട്ടിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുതിച്ചുയരുന്നതാണ്. ഇതെല്ലാം തന്നെ ചൈനീസ് വാസ്തുവും ഭാരതീയ വാസ്തുവും കൂട്ടിയിണക്കി, ഭാരതീയ വാസ്തു പ്രകാരം ചൈനീസ് വാസ്തു അനുവദിക്കുന്ന ഈ ആയുധങ്ങൾ ചൈനീസ് വാസ്തു പ്രകാരം ഭാരതീയ വാസ്തുവിലേക്ക് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഭാരതീയ വാസ്തുവുമായി ലയിപ്പിച്ച് സ്ഥാനം കൃത്യമായി അനലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. ഇത് വെറുതെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങളല്ല. ഇതിന് സ്ഥാനം പ്രധാനമാണ്. ആ സ്ഥാനത്ത് തന്നെ നിങ്ങളെല്ലാവരും വെച്ച് നോക്കൂ എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ കാറ്റാടിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നവർ, ഓൾറെഡി വെച്ചിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ഥാനങ്ങൾ ശരിയാണോ എന്ന് ഇന്ന് തന്നെ നോക്കുക. തെറ്റായിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുക. അത് നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാറ്റാടിമണി ഉൾപ്പെടെ 5 കാര്യങ്ങൾ, അത് നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെക്കൂ, എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുക്കൂ എന്നുള്ളതാണ്. ഒന്നാമത്തത് കാറ്റാടിമണി തന്നെ പറയാം. കാറ്റാടിമണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറെ കുഴലുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കും, അത് പരസ്പരം തട്ടി ശബ്ദമുണ്ടാക്കും. അതായത് നമ്മളിതിനെ വിൻചൈമുകൾ എന്ന് വിളിക്കാറുണ്ട്, വിൻചൈം എന്ന് വിളിക്കാറുണ്ട്, കാറ്റാടിമണി എന്ന് വിളിക്കാറുണ്ട്. ചെറുകാറ്റിൽ ഇങ്ങനെ മണിനാദം മുഴക്കിക്കൊണ്ട് നമ്മളുടെ വീടിന് മൊത്തത്തിൽ ആ മണിനാദ ശബ്ദം ഐശ്വര്യമായി നിന്നുകൊണ്ട് കാറ്റിൽ തൂങ്ങിയാടുന്ന കാറ്റാടിമണികൾ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥന് നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുമെന്ന, ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് ഐശ്വര്യവും ധനസമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൻ്റെ കുഴലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5, 6, 7 ഈ 3 അക്കങ്ങളിൽ കുഴലുകൾ ഉള്ളവ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. 5, 6, 7 അതിൽ തന്നെ 6 കുഴലുകൾ ഉള്ളതാണ് ഏറ്റവും കേമം എന്ന് പറയുന്നത്. ഏറ്റവും ഗംഭീരം ഏതാണെന്ന് ചോദിച്ചാൽ 6 കുഴലുകളുള്ള കാറ്റാടിമണി വാങ്ങി സ്ഥാപിക്കുന്നതാണ്. എന്താണ് ഈ 6 കുഴലുകൾക്ക് മറ്റു കുഴലുകളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? 6 കുഴലുകളുള്ള കാറ്റാടിമണിക്ക് 3 ഗുണങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സന്തോഷം, ആ ഭവനത്തിൽ സന്തോഷം നിറയും. 2, ആ ഭവനത്തിൽ സമാധാനം, നിത്യസമാധാനം ലഭിക്കും. 3, ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം സന്തോഷം, സമാധാനം, സമ്പത്ത് 3നെയും പ്രദാനം ചെയ്തുകൊണ്ടാണ് 6 അത്തരത്തിൽ കുഴലുകളുള്ള കാറ്റാടിമണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 6 തന്നെ വാങ്ങിക്കാനായിട്ട് ഞാൻ എടുത്തു പറയുന്നത്. 5 എണ്ണം ഉള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളും അപകടങ്ങളും ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. 7 എണ്ണം ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗുഡ് ലക്ക് അഥവാ ഭാഗ്യം തുണയ്ക്കും എന്നുള്ളതാണ് 7ന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് 5, 6, 7 സംഖ്യകൾക്ക് ഇത്രയധികം പ്രാധാന്യം. അപ്പം നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 5, 6, 7 ഇതിൽ ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കൂ. 6 ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കേമമാണ്, കെങ്കേമമാണ് 6 എണ്ണം ഉള്ളത്. അപ്പം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ 6 കുഴലുകളുള്ള കാറ്റാടിമണി വാങ്ങിക്കുന്നതായിരിക്കും
ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ലോഹം, മുള, ഗ്ലാസ്, ചിപ്പി, ഈ 4 വസ്തുക്കളിൽ തീർത്ത കാറ്റാടിമണികളെ വാങ്ങാവുള്ളൂ. പ്ലാസ്റ്റിക് പോലത്തെ ഒന്നും വാങ്ങരുത്, അത് തെറ്റാണ്. ഒന്നുകിൽ ലോഹമായിരിക്കണം, നല്ല ശബ്ദം കേൾക്കുന്ന ലോഹത്തിലുള്ള. മുള കൊണ്ട് തീർക്കുന്നുണ്ട്, ഗംഭീരമാണ്, വില ഇച്ചിരി കൂടിയാലും നല്ലതാ മുള കൊണ്ട് തീർക്കുന്നത്. 3 ഗ്ലാസ് കൊണ്ട് തീർക്കുന്ന, ഗ്ലാസ് മെറ്റീരിയലിൽ തീർക്കുന്നതുണ്ട്, നല്ലതാണ്. 4 പറയുന്നത് ചിപ്പിയാൽ തീർത്തെടുക്കുന്നതുണ്ട്, ഗംഭീരമാണ്. ഇത് 4 നിങ്ങൾ വാങ്ങിക്കാൻ ഉത്തമം എന്ന് പറയുന്നത്. മറ്റു മെറ്റീരിയലുകൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ ഉണ്ടാക്കിയത് ഉചിതമല്ല. ഒന്നുകിൽ ലോഹം, മുള, ഗ്ലാസ് അല്ലെങ്കിൽ ചിപ്പി. ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ടത് 2 ഭാഗങ്ങളിലാണ്. ഈ പറയുന്ന 2 ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് തൂക്കാം. അതാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നും ഏറ്റവും പ്രധാനപ്പെട്ടതും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയാണ്. നമ്മളുടെ വായു കോണം എന്നൊക്കെ വിളിക്കുന്ന വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് തൂക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തൂക്കുന്നതായിരിക്കും അതിഗംഭീരം എന്ന് പറയുന്നത്. അതുപോലെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല, നമ്മൾ അഗ്നികോണം എന്നൊക്കെ വിളിക്കുന്ന വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥലമുള്ളവരാണെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥാപിക്കുന്നത് അതിലേറെ ഗംഭീരമാണ്. അതും ഏറ്റവും നല്ല സ്ഥാനമാണ്. ഈ 2 സ്ഥാനങ്ങളാണ് ഏറ്റവും നല്ല. വീടിൻ്റെ തെക്ക് വശത്ത് വെക്കുന്നതിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല, വീടിൻ്റെ തെക്ക് മധ്യം, അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂല ഏറ്റവും ഗംഭീരം. ഇതാണ് ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ചിലർ കൊണ്ടുവന്നിട്ട് ഇത് വീടിൻ്റെ വാതിലിന് നേരെ, പ്രധാന വാതിലിന് നേരെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തട്ടുന്ന രീതിയിൽ സ്ഥാപിക്കാറുണ്ട്. ഇരട്ടി ദോഷം കേട്ടോ. ആരെങ്കിലും അത്തരത്തിൽ കൊണ്ടുവന്ന് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ, മെയിൻ ഡോറിന് നേരെ ഇത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വശത്തേക്ക് ഇടുന്നതല്ല, ഒരു വശത്തേക്കോ മറ്റേ വശത്തേക്കോ ഇടുന്നതിനെ പറ്റിയല്ല പറയുന്നത്, വാതിലിൻ്റെ നേരെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തട്ടുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ്. അത് മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. നിങ്ങൾ നല്ലതെന്ന് കരുതി കൊണ്ടുവന്നിട്ടിരിക്കുന്ന സാധനം നിങ്ങൾക്ക് തന്നെ കാലനായി മാറുന്നതാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അത്തരത്തിൽ സ്ഥാപിക്കരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരം, തെക്ക് കിഴക്കാണ് എന്നുണ്ടെങ്കിൽ അതിലേറെ ഗംഭീരം. ഈ 2 സ്ഥാനങ്ങളിൽ ഒരിടത്ത് ഇടുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും ആ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് കാറ്റാടിമണികൾ അഥവാ വിൻചൈമുകൾ വീട്ടിൽ സ്ഥാപിക്കേണ്ടത്. ഈ കാറ്റാടിമണികൾ പോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒന്നാണ് നമ്മളുടെ വീടിൻ്റെ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ ആഹാരം കഴിക്കുന്ന മുറി, ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ. ആ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു സ്വർണ്ണ താമര വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, സ്വർണ്ണ താമര എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ താമരയല്ല, ഗോൾഡ് നിറത്തിലുള്ള പല മെറ്റീരിയലുകളിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. സ്വർണ്ണ താമര ഒരു ചെറിയ തളികയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് വെക്കുക. നാൾക്ക് നാൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, നാൾക്ക് നാൾ ആ വീട്ടിൽ ഉയർച്ച ഉണ്ടാകും, സന്തോഷം ഉണ്ടാവും, സന്തതി പരമ്പരകൾക്ക് വിജയമുണ്ടാകും. ആ വീട്ടിലുള്ളവർക്ക് ഓരോ ദിവസവും ജീവിതത്തിൽ ഉയർച്ച അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടാൻ ഒരു അവസ്ഥ, അന്നം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്താണ് അന്നം മുട്ടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ ആഹാരത്തിന് മുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തിക നില പരുങ്ങലിലായി ജീവിക്കാൻ മാർഗമില്ലാതാകുക എന്നൊരവസ്ഥ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നതാണ്. അതായത് കമലം അഥവാ നമ്മൾ ഈ പറയുന്ന ലോട്ടസ് അല്ലെങ്കിൽ താമര എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ്. നമ്മൾ ഊണ് കഴിക്കുന്ന മേശയുടെ നടുക്ക് ഭാഗത്ത് ഒരു തളികയിൽ അത്തരത്തിൽ താമര വാങ്ങി വെക്കുന്നത് ആ വീടിന് മുഴുവൻ മഹാലക്ഷ്മി സാന്നിധ്യമായി തീരുകയും ചെയ്യുന്നതാണ്. ഇത് വാങ്ങി വെക്കേണ്ടവർക്കും വെക്കാവുന്നതാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള കാമധേനു ശില്പമാണ്. ഒരു വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു പൂജാമുറി ആയിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെക്കണം കേട്ടോ. വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഓരോ ആയിട്ട് വെച്ചാൽ മതി. പൂജാമുറി ഉള്ളവരാണ് ഉറപ്പായിട്ടും വെക്കുക. പൂജാമുറി ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ നമ്മൾ ഷോക്കേസ് വെക്കുമല്ലോ, ഷോക്കേസിൽ ഒരെണ്ണം വാങ്ങിച്ച് തുടച്ച് വൃത്തിയാക്കി വീടിന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഷോക്കേസിൽ നിന്ന് തിരിഞ്ഞിരിക്കുമ്പം അതിൻ്റെ മുഖം, ഈ പശുവിൻ്റെ മുഖം കിഴക്കോട്ട് നോക്കുന്ന രീതിയിൽ ഇത് വെക്കണമെന്ന് പറയും എല്ലാവരുടെ അടുത്തും. പ്രധാന വാതിലിന് നേരെയോ അല്ലെങ്കിൽ വീടിൻ്റെ ഹാളിനകത്തോ ഷോക്കേസിനകത്തോ വീടിൻ്റെ നേരെ മുഖം തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ, അകത്തുനിന്ന് കയറി വരുമ്പോൾ നമ്മളെ നോക്കുന്ന രീതിയിൽ ആ പശുവിൻ്റെ മുഖം ഇരിക്കണം. ആ രീതിയിൽ വെക്കണം. കാമധേനു രൂപം വെക്കണം.
പശുവും പശുക്കുട്ടിയും കൂടെ ഉള്ള ഈ ഒരു രൂപം. ഐശ്വര്യ സമൃദ്ധിയാണ് ആ വീടിന് ലഭിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഭാരതീയ വാസ്തുപ്രകാരം നമ്മളുടെ വീടിൻ്റെ ഹാളിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ കാമധേനു രൂപം ഇരുന്ന് കഴിഞ്ഞാൽ, അത് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ പോലെ ദർശിച്ച സ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ, വലിയ വലിയ ആളുകൾ, വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവർ, ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് ഉയർച്ചയിലെത്തി നിൽക്കുന്ന ഹൈന്ദവ ഗ്രഹങ്ങളൊക്കെ എടുത്തു നോക്കിക്കോളൂ. അവിടെ എല്ലാം ഈ കാമധേനുവിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, സാന്നിധ്യം കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും സത്യമുള്ള ഫലം തരുന്ന ഒരു വാസ്തു ഉപകരണമാണ് ഈ ഒരു ഉപകരണം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തേതെന്ന് പറയുന്നത് ആമത്തളികയാണ്. ആമ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിയുടെയും ഉയർച്ചയുടെയും കാര്യവിജയത്തിൻ്റെയും തൊഴിൽ വിജയത്തിൻ്റെയും ഒക്കെ ലക്ഷണമായിട്ടാണ് ആമയെ നമ്മൾ കണക്കാക്കുന്നതെന്ന് പറയുന്നത്. കർമ്മ വിജയ ലക്ഷണമാണ് ആമ എന്ന് പറയുന്നത്. ഈ ആമയും ഒരു തളികയും, ചെറിയൊരു പീലിസ് പാത്രത്തിനകത്ത് ഒരു ആമ ഇരിക്കുന്ന രൂപം നമുക്ക് വാസ്തുപ്രകാരം കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ നോക്കി എടുക്കണമെന്നേ ഉള്ളൂ. പൊട്ടലും കീറലും ഒന്നും ഇല്ലാത്ത, നല്ലതുടയാത്ത, നല്ലത് നോക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇതൊരെണ്ണം വാങ്ങിക്കൊണ്ട് വന്ന്, ഇത് ഏത് മെറ്റീരിയലിൽ തീർത്ത വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. എന്ത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല. ആമ രൂപം ഈ ഒരു തളികയിൽ വെച്ചിരിക്കുന്നത് വാങ്ങിക്കൊണ്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന പോലെ വെക്കണം. വീടിൻ്റെ വടക്ക് വശം ഉണ്ടല്ലോ, വീടിൻ്റെ വടക്ക്, നമ്മളുടെ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ വീടിന് 4 ദിക്കുണ്ട് അല്ലേ? തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, 4 ദിക്കുണ്ട്. ഈ 4 ദിക്കുകളിൽ വടക്ക് വശത്തുള്ള മുറി ഏതാണോ, വടക്ക് വശത്ത് ഏതൊക്കെ മുറികളുണ്ടോ, വടക്ക് വശത്തെ മുറിയിൽ ഒരു തളികയിൽ ഈ ആമയെ വെച്ച് വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് ആമയുടെ തല ഒന്നുകിൽ കിഴക്കോട്ടിരിക്കണം, അല്ലെങ്കിൽ ആമയുടെ തല ഒന്നുകിൽ വടക്കോട്ടിരിക്കണം എന്ന് മാത്രം. അത്തരത്തിൽ വടക്ക് വശത്തെ മുറിയിൽ വാങ്ങി വെച്ചാൽ ആ വീടിൻ്റെ കാര്യത്തിൽ ജീവിതകാലം പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല രീതിയിലുള്ള ഐശ്വര്യം വന്നു കയറുകയും ജീവിതത്തിൽ ചെന്ന് കയറുന്ന കാര്യങ്ങളൊക്കെ വിജയിച്ചു വരാനും തൊഴിൽപരമായിട്ട് എന്നും അഭിവൃദ്ധി ഉണ്ടാകാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു പറ്റും? ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും, ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകും, ജീവിതത്തിൽ കാര്യങ്ങൾ മംഗളമാകും. തൊഴിലിടത്തിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അഥവാ അങ്ങനെയുള്ള ശക്തികൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് നല്ല നേട്ടം കിട്ടുകയും ചെയ്യുന്നതാണ്. അത് ആ വീട്ടിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഈ ആമത്തളികയാണ് 4മത്തേത് എന്ന് പറയുന്നത്. 5മത്തേത് എന്ന് പറയുന്നത് വാസ്തുവിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് പറയുന്ന ഒന്നാണ്, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പറയുന്നതാണ്. ഈ 3 കാലുള്ള നാണയം കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ ഒരു തവളയുടെ രൂപം എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ വീടിൻ്റെ ആ ഒരു മെയിൻ ഡോറിനെ ഫേസ് ചെയ്ത്, മെയിൻ ഡോറിൻ്റെ അടുത്തായിട്ട്, മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുന്ന രീതിയിൽ വീട്ടിൽ പ്ലേസ് ചെയ്യണം. ഏറ്റവും ഗംഭീരമാണെന്നാണ് പറയുന്നത്. അതായത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, 3 കാലുണ്ടാവും തവളയ്ക്ക്. ഈ രൂപം നമുക്ക് ചൈനീസ് ഫെങ്ഷുയി പ്രകാരം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഉപകരണമാണ്. ഇത് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് നമ്മുടെ ഭാരതീയ ജ്യോതിഷ പ്രകാരമോ അല്ലെങ്കിൽ വാസ്തു പ്രകാരമോ ഒന്നും ഉള്ളതല്ല. ഇത് അന്യനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്ന, വാസ്തുപ്രകാരം ഇപ്പം ഭാരതീയ ജ്യോതിഷ പണ്ഡിതരും സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള ഒന്നാണ്, ഒരു ഉപകരണമാണ് ഈ പറയുന്ന തവള എന്ന് പറയുന്നത്. 3 കാലുള്ള തവള, അതിൻ്റെ വായിലാണെങ്കിൽ ഒരു നാണയവും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വാങ്ങി വീടിൻ്റെ കതകിൻ്റെ അടുത്തായിട്ട് അല്ലെ ഹാളിൻ്റെ അടുത്ത് വീട്ടിനകത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ, ഇതിൻ്റെ മുഖം വീടിനകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഏറ്റവും ഐശ്വര്യമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു രൂപത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ശില്പത്തിന് ഒരു രീതിയിലുള്ള പൊട്ടൽ, കേടുപാടുകൾ, നാണയത്തിന് പൊട്ടൽ, ഈ വായിലിരിക്കുന്ന നാണയത്തിന് ചിലപ്പോൾ പൊട്ടലുണ്ടാവും. അത്തരത്തിൽ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പീസ് നോക്കി വാങ്ങി നമ്മളുടെ വീടിൻ്റെ ഹാളിൽ അകത്തേക്ക് മുഖം അകത്തോട്ട് വരത്തക്ക രീതിയിൽ ഇരിക്കുന്ന രീതിയിൽ വെക്കുക. ഉദാഹരണത്തിന് വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ തവളയുടെ ദർശനം വീടിനകത്തേക്ക് പടിഞ്ഞാറോട്ടിരിക്കുന്ന രീതിയിൽ വീടിൻ്റെ ഹാളിൽ വെക്കുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് 5മത്തേത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. ഇതിൽ ഏറ്റവും നല്ലത് കാറ്റാടിമണിയാണ്. വളരെ സിമ്പിളായിട്ട്, വളരെ കുറച്ച് മെയിൻ്റനൻസിൽ നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കും, ഐശ്വര്യം കൊണ്ടുവരും. കാറ്റാടിമണി പോലെ തന്നെ മറ്റു 4 കാര്യങ്ങളും ഏറ്റവും ഫലം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്? ചിലരെല്ലാം വാങ്ങിച്ചു വയ്ക്കുന്നവരുണ്ട്, നല്ലതാണ്, എല്ലാം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്.
പക്ഷേ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ വാങ്ങിവെച്ച് അതിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സ്ഥാനത്താണ്, ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്താണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.